നിങ്ങളെപ്പോലെ തന്നെ ഒത്തിരി ആകാംക്ഷയോടെയാണ് ഞാനിപ്പോൾ മുന്നേറ്റത്തിനടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അതല്ല, ആ കാലം മുതലേ 1970s മുതലുള്ള മുന്നേറ്റൻ്റെ കഥകൾ വായിക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഉണ്ട്, അവർ കഥകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. എന്നാലും എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, വ്യക്തിപരമായി പറഞ്ഞാൽ, ഈ മയ്യഴിപ്പുഴ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പിറന്നു വീണ ഒരു പുസ്തകം, അത് പിന്നീട് നമ്മൾ വളർന്നു വന്ന് ഒരു കൗമാരദശയിലൊക്കെ എത്തുമ്പോൾ വളരെ എന്താ പറയുക, ആകാംക്ഷയോടെ ആ പുസ്തകം വായിക്കുക. അന്ന് കണ്ടറിഞ്ഞ ഒരു മയ്യഴിയല്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ട് എത്ര വട്ടം വായിച്ചിട്ടുണ്ടെന്നറിയില്ല, ഇത് പിന്നെ രണ്ടാമത് വാങ്ങിയ പുസ്തകമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ സാധാരണ പുസ്തകത്തിൽ ഇങ്ങനെ മുന്നേട്ടാ വായിക്കുന്ന ഡേറ്റുകൾ ഇങ്ങനെ എഴുതിയിടും. അപ്പോൾ ഇതിലും ഇപ്പോൾ രണ്ടാവർത്തി കഴിഞ്ഞു പുതിയ മേടിച്ച പുസ്തകത്തിലും. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും മുന്തേട്ടൻ്റെ ഓരോ അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലൂടെ അതിൻ്റെ കഥാപരിസരങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത്. മുന്തേട്ടനെയൊക്കെ വായിച്ചിട്ടാണ് ഞാനൊരു എഴുത്തുകാരിയാവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് ഇതിനു മുമ്പ് ഞങ്ങൾ 1-2 വേദികളിൽ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം ആരെയൊക്കെ വായിച്ച് നമ്മളൊരു എഴുത്തുകാരിയാവാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അക്ഷരങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ, നമ്മൾ വേറൊരു മേഖലയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അത് കെടാതെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുവോ, ആ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞതിനെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കിയ മനോരമയുടെ ആദ്യമായിട്ട് എൻ്റെ ഹൃദയംഗമമായി നന്ദി പറയാണ്. മുന്തേട്ട, ആദ്യം നമുക്ക് മയ്യഴിയിൽ തന്നെ തുടങ്ങാം അല്ലേ? ശതാബ്ദങ്ങളായി സമുദ്രത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന മയ്യഴിപ്പുഴയിലെ വെള്ളം തിരിച്ചൊഴുകുന്നില്ല. ഫ്രഞ്ചുകാരിനി തിരിച്ചു വരികയില്ല. ഇച്ചിരി പൊടി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്, കുറുമ്പി അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ലെസ്ലി സാഹിബിനി തിരിച്ചു വരില്ല. പക്ഷേ നമുക്കറിയാം, മുകുന്ദേട്ടൻ്റെ അക്ഷരങ്ങൾ, മുകുന്ദേട്ടൻ്റെ എഴുത്ത് കാലാതിവർത്തിയായി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ തലമുറ വായിക്കും, ഇനി നമ്മുടെ മക്കൾ വായിക്കും, അതിനുശേഷവും വായിക്കും. നമുക്കറിയാം, പണ്ട് ദാസൻ്റെ പിറവിക്ക് മുമ്പ് എന്നൊരു വാചകത്തിലൂടെ നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാലഘട്ടത്തെ സൃഷ്ടിച്ചു തന്ന നമ്മുടെ മുകുന്ദേട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു വിശേഷണങ്ങൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപാട് വിശേഷണങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ മുകുന്ദേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആധുനികതയുടെ എഴുത്തുകാരൻ, അസ്തിത്വ ദുഃഖത്തിൻ്റെ എഴുത്തുകാരൻ, അല്ലെങ്കിൽ മയ്യഴിയുടെ എഴുത്തുകാരൻ, പ്രവാസത്തിൻ്റെ എഴുത്തുകാരൻ, ഡൽഹിയുടെ എഴുത്തുകാരൻ, ഒരേപോലെ ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഒരേപോലെ സ്വദേശത്തെയും പ്രവാസദേശത്തെയും ഒരേപോലെ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരൻ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ. അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, പുതിയ തലമുറയെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന എഴുത്തുകാരൻ. കാരണം ഞങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ, നോവലുകളൊക്കെ ഇപ്പം പഴയ അദ്ദേഹത്തെ പോലെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാർ വായിക്കുന്നത് അപൂർവമാണ്. ഇപ്പം വല്ലി അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് എഴുതിയ നോവൽ ഒരുപാടൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, കുറച്ച് കഥകളും 2 നോവലും ഒക്കെയാണ് ഇപ്പോൾ എൻ്റേതായിട്ടുള്ളൂ. അപ്പോൾ ആ 2 നോവലുകളും വായിച്ച് മുകുന്ദേട്ടൻ പറഞ്ഞ വാക്കുകൾ, അപ്പം ഇതൊക്കെ വായിക്കാൻ, ലോകസാഹിത്യം മുഴുവൻ വായിക്കുമ്പോഴും ഞങ്ങളെപ്പോലെയുള്ള പുതിയ ആൾക്കാരെ വായിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. അദ്ദേഹം നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം ഇറങ്ങിയ നിങ്ങൾ എന്ന് പറഞ്ഞ നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം, ആവിഷ്കാര ശൈലിയിൽ, പ്രമേയ സ്വീകരണത്തിലൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനും അപ്പുറം എഴുതാനുള്ള ഒരു കഴിവും ആർജവവും ഉത്സാഹവും ഇപ്പോഴും മുകുന്ദേട്ടൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനായ എഴുത്തുകാരനാണ് മുകുന്ദേട്ടൻ എന്ന് നമ്മൾ പറയേണ്ട വരും. അപ്പം എനിക്ക് തോന്നുന്ന മയ്യഴി, ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ മയ്യഴി വായിക്കാത്തവരില്ല. അപ്പോൾ ഈ മയ്യഴി എന്ന് പറയുന്ന ദേശം സൃഷ്ടിച്ച ഒരു കഥാകാരനാണോ മുകുന്ദേട്ടൻ? കാരണം മുകുന്ദേട്ടൻ ഇങ്ങനെ
ഇൻ്റർവ്യൂ കൊണ്ട് നേരത്തെ ഒരു കോൾ വന്നു, ഞാനിങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തു മടുത്തുപോയി, ഇനി വേണ്ട ഇൻ്റർവ്യൂ വേണ്ട എന്ന് ആരോടോ പറയുന്നത് കേട്ടു. അപ്പം കേട്ട് മടുത്തുപോയ ചോദ്യങ്ങളാണ്. പക്ഷേ മുകുന്ദേട്ടന് പുതിയതായി എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പം ഈ മയ്യഴി എന്ന് പറയുന്ന പുഴ, ഇപ്പം മറക്കേസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾക്ക് മാക്കൊണ്ട എന്ന് ഓർമ്മ വരും, അല്ലെങ്കിൽ ഒ.വി. വിജയൻ എന്ന് കേൾക്കുമ്പോഴേ തസ്രാക്ക് എന്ന് ഓർമ്മ വരും, എം മുകുന്ദൻ എന്ന് കേൾക്കുമ്പോഴേ ഏറ്റവും ചെറിയ കുട്ടികൾ വരെ മയ്യഴി അല്ലെങ്കിൽ മയ്യഴിപ്പുഴ എന്ന് പറയും. അപ്പോൾ ഈ മയ്യഴിപ്പുഴ എം മുകുന്ദനിൽ എപ്പോഴാണ് ഒഴുകാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എം മുകുന്ദൻ്റെ ബാല്യം ആണോ ആ നോവൽ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആ മയ്യഴി എന്ന ദേശം ഒരു എഴുത്തുകാരനെ വാർത്തെടുക്കുന്നതിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് ഇവർക്ക് വേണ്ടി മുകുന്ദേട്ടൻ പറയും. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു എഴുത്തുകാരൻ എവിടെ ജനിക്കുന്നു ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ മയ്യഴിയിൽ ജനിച്ചില്ല, കണ്ണൂരിലാണ് ജനിച്ചതെങ്കിലോ പക്ഷേ മയ്യഴി പുഴ തീരങ്ങളുണ്ടാകില്ല. അപ്പം നമ്മൾ എവിടെ ജനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ മയ്യഴി പുഴ, അപ്പം ഞാൻ ആ പുഴയുടെ തീരത്താണ് കളിച്ച് വളർന്നത്. മയ്യഴി ചെറിയൊരു സ്ഥലമാണ്, വീട്ടിൽ ഇരുന്നാൽ കടലിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ അവിടെയാണ് ജനിച്ച് വളർന്നത്. പുഴയോടെന്തോ എനിക്ക് കുട്ടിക്കാലം മുതൽ ഒരു ആസക്തി ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പുഴ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ. പക്ഷേ പുഴ മാത്രമല്ല, മയ്യഴി മുഴുവൻ പിന്നെ എന്നെ സ്വാധീനിച്ചു. അപ്പം നമ്മളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാ എഴുത്തുകാരും ആദ്യത്തെ പ്രധാന കൃതി നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ചായിരിക്കും. അത് നമുക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം എം ടി ആയാലും പിന്നെ മലയാറ്റൂർ, തകഴി, ഇവരെല്ലാം ഉണ്ടല്ലോ, അവരുടെ സ്വന്തം നാടിനെക്കുറിച്ചാണ് ആദ്യം എഴുതുന്നത്. അപ്പം നമുക്ക് അതിനുള്ള കാരണം നമ്മൾ ജനിച്ച് വളർന്ന നാടിനെ നമുക്ക് നന്നായി അറിയാമെന്നുള്ളത് കൊണ്ടാണ്. എളുപ്പമാണ്, എല്ലാവരെയും നമുക്കറിയാം. അതുകൊണ്ട് ഒരു നോവൽ എഴുതണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ എഴുത്തുകാരനാകുവാൻ കുട്ടിക്കാലം മുതലേ വലിയൊരു ആഗ്രഹമായിരുന്നു. അതേസമയത്ത് തന്നെ എനിക്ക് പ്രശസ്തനായ ഒരു എഴുത്തുകാരനാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ദൈനികനായിട്ടുള്ള ഒരു എഴുത്തുകാരനാകാനും ആഗ്രഹിച്ചിട്ടില്ല. എഴുത്തുകാരനാകണം, അത്രയേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എഴുത്തുകാരനാകണമെങ്കിൽ എഴുതണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അതാണ് അതിൻ്റെ. അപ്പോൾ ഒരു 25 വയസ്സിൽ അല്ലെങ്കിൽ 26, 27 വയസ്സുള്ളൂ ഇപ്പം ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ല അതിനു മുമ്പ് മാതൃഭൂമിയിൽ ആദ്യം വന്ന ഒരു നോവല്. പിന്നെ അത് ആ ഒരു സമയത്ത് ഇത്രയും എന്താ പറയുക ശില്പഭദ്രമായ ഒരു നോവൽ സൃഷ്ടിച്ചെടുത്തു എന്ന് പറയുന്നത്, ഞാനൊക്കെ ഒരു 10-40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നോവൽ എഴുതാനുള്ള അത് മുകുന്ദേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. സ്വന്തം നാടിനെക്കുറിച്ച് തന്നെയായിരിക്കും നമുക്ക് ആദ്യമായിട്ടൊരു ബൃഹത്തായ ഒരു രചന ഏതായാലും നമുക്ക് രചിക്കുക. എന്നാൽ അത് നമ്മുടെ സ്വത്വം അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളാക്കിയ ഒരു നാടിനെ അടയാളപ്പെടുത്തുന്ന ഒരു രചന, അല്ലെങ്കിൽ നമ്മളാക്കിയ മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന രചന, അതൊക്കെ ആയിരിക്കും എല്ലാ എഴുത്തുകാരും ആഗ്രഹിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുപോലെ ഈ പുഴയുടെ കാര്യം പറഞ്ഞതും എനിക്ക് വളരെ എൻ്റെ ജീവിതമായിട്ടും വളരെ ബന്ധപ്പെട്ടുണ്ട്. ഇതുപോലെ കബനിയുടെ തീരത്ത് ഒരു കൊച്ചു വീട്ടിൽ ജനിച്ച് വളർന്ന എൻ്റെ ആ ബാല്യകാല വല്ലി എന്ന് പറയുന്ന ഒരു നോവലിലേക്ക് എന്നെ എത്തിച്ചതൊക്കെ അത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മുകുന്ദേട്ടൻ്റെ ഈ പ്രായത്തിൻ്റെ പറയാൻ ആ പ്രായത്തിലും ഇതൊരു ചന്ദ്രികയുടെയും ദാസൻ്റെയും പ്രണയകഥയായിട്ടല്ല ആ നോവൽ പറഞ്ഞു വരുന്നത്. ആ പ്രായത്തിൽ എഴുതുന്ന സാധാരണ ചെറുപ്പക്കാരുടെ കഥകളും കവിതകളും ഒക്കെ വായിച്ചാൽ ഇപ്പം നമുക്ക് അധികവും കാണുന്നത് ഒരു പ്രണയകാവ്യമായിട്ടോ, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ കഥ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രണയകാവ്യമായിട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന തായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ മുകുന്ദേട്ടൻ്റെ എനിക്കൊരു മനസ്സിലായത് ആ കാലഘട്ടത്തിൽ ലബ്ധപ്രതിഷ്ഠ എഴുത്തുകാരുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതും അത് നമ്മളെക്കുറിച്ചല്ല പറയേണ്ടത്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ദേശത്തെക്കുറിച്ച് പറയുമ്പം നമ്മുടെ എഴുത്ത് അതൊരു വലിയ മാനങ്ങളിലേക്ക് കടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ദാസൻ്റെ കാര്യത്തിൽ ഞാൻ തുടങ്ങുകയാണ്. ദാസൻ ചിലപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം വളരെ ദാർശനിക തലത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ അതിലുണ്ട്. ഒരു മനുഷ്യൻ്റെ ഒരു തുള്ളി രക്തത്തിന് കിരീടത്തേക്കാൾ വിലയുണ്ട്, അല്ലെങ്കിൽ ആത്യന്തികമായി മനുഷ്യനായിരിക്കുക, അല്ലേ, അതാണ് പ്രധാനം.
എനിക്ക് ഗാന്ധിയോ മാർക്സോ ആവണ്ട, എനിക്ക് മനുഷ്യനായാൽ മതി എന്നൊക്കെ പറയുന്ന ദാസൻ. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പം ദാസൻ്റെ കാമുകിയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ അച്ഛനോടുള്ള വാശിയുണ്ട് വീട്ടിൽ കയറാതെ പോകുന്നു. പിന്നെ അങ്ങനെ കുഞ്ചനന്ദൻ മാസ്റ്റർ എന്ന ഗുരുവിനെ ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമോന്നറിയില്ല. പിന്നെ അല്ലെങ്കിൽ തനിക്ക് വെച്ച് നീട്ടിയ ജോലികളും അങ്ങനെയെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നു. അപ്പോൾ എന്തായിരിക്കാം ഒരു 25 വയസ്സുള്ള ഒരു യുവാവിനെ അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു ചോദ്യചിഹ്നമായൊരു ദാസനെ സൃഷ്ടിക്കാൻ കാരണമായത് എന്തായിരിക്കാമെന്ന്? ദാസനിൽ എൻ്റെ ആത്മാംശങ്ങൾ കുറേയുണ്ട്. ചിലപ്പോഴെനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് ദാസൻ എന്ന്. ലോകത്തെക്കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടാണ് ഞാൻ ദാസന് നൽകിയത് കേട്ടോ. അത്രയധികം എനിക്ക് ദാസനുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. അപ്പം ആ കാലത്ത് പിന്നെ അത് എഴുതുന്ന കാലത്ത് പിന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാവരും തന്നെ അസ്വസ്ഥരായിരുന്നു. ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ ജോലിയില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർ, പിന്നെ രാഷ്ട്രീയമായിട്ടുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് നമ്മളൊക്കെ കണ്ടിരുന്ന ആ ഒരു സ്വപ്നം അതൊന്നും സഫലമായില്ല എന്നുള്ളൊരു നൈരാശ്യബോധം, അങ്ങനെ ഒരു വളരെ അസ്വസ്ഥതമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. ആ ഒരു കാലഘട്ടത്തിൽ എഴുതുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള കഥാപാത്രത്തെ മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. പിന്നെ എനിക്ക് അന്നൊരു ഇരുണ്ട വീക്ഷണം ഉണ്ടായിരുന്നു, പിന്നെ ലോകം നന്നാകില്ല എന്ന്, നന്നാവാൻ പോകുന്നില്ല, നമ്മൾ എത്ര ശ്രമിച്ചാലും ലോകം നന്നാകില്ല എന്ന്. പിന്നെ ഇപ്പം എന്നൊരു സത്യം പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാറില്ല. ഇപ്പോഴീ ഈ പ്രായത്തിൽ ഞാനിപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നെല്ലാം സ്വതന്ത്രനാണ്. പിന്നെ ഇപ്പോഴാണ് എൻ്റെ ഏറ്റവും നല്ല കാലം. കാരണം ഞാൻ ചിന്തിക്കുന്നില്ല, അധികം ചിന്തിക്കുന്നുണ്ട്. ഇപ്പം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്. പക്ഷെ എന്നാലും ഈ ജീവിതം എന്താണ് എന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ, അത് മതിയാക്കിയിരിക്കുകയാണ്. ആ ചോദ്യം ഇനിയില്ല. കാരണം 10-60 വർഷം ഈ ചോദ്യം ചോദിച്ച് എന്താണ് ജീവിതം, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും ഒരു 10-60 വർഷം കൂടി ചോദിച്ചാലും കിട്ടില്ല. പിന്നെ ഏറ്റവും നല്ലത് ആ ചോദ്യം ചോദിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ അന്ന് ആ ചോദ്യം കൊണ്ട് ചെറുപ്പക്കാരെയെല്ലാം വഴിതെറ്റിച്ചു എന്നൊക്കെ കുറേ പഴി കേട്ടിട്ടുണ്ടോന്നുമില്ലേ? അത് വാസ്തവത്തിൽ വെറുതെ ആളുകൾ പറയുന്നതാണ്. അപ്പം അന്ന് കുടിക്കുന്നവരുണ്ടായിരുന്നു, അവർ ന്യായീകരണം മുകുന്ദൻ്റെ പുസ്തകം വായിച്ചിട്ടാണ് ഞങ്ങൾ കുടിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമല്ല ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. എല്ലാ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും എല്ലാവരും. അപ്പം നമുക്കൊരു ചോദ്യം ചോദിക്കാം, അവരൊക്കെ മയക്കുമരുന്ന് കഴിക്കുന്നത് മുകുന്ദൻ്റെ നോവൽ വായിച്ചുകൊണ്ടാണ്. അങ്ങനെ ചോദിച്ചൂടെ നമുക്ക്? അപ്പം അത് ചിലർ പറഞ്ഞു പരത്തിയ ഒരു അതായത് നമ്മുടെ ചുറ്റും കാണുന്ന സമൂഹത്തെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ പകർത്തി വെച്ചു, ലഘൂകരിച്ചതാണ്. അന്നത്തെ നമ്മുടെ എഴുത്തിൻ്റെ പിന്നെ ചില മാനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആധുനികത എന്ന് പറയുന്നത് അതിനെ ലഘൂകരിച്ചിട്ട് ആധുനികത എന്ന് പറഞ്ഞാൽ ചരസ സാഹിത്യമാണ്, കഞ്ചാവ് സാഹിത്യമാണെന്ന് ചിലർ പറഞ്ഞു. അതൊന്നുമല്ല. അത് ആ കാലത്തെ എഴുത്തിൽ കുറേ അർത്ഥതലങ്ങളുണ്ട്, ആഴങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ എത്ര ആധുനിക സാഹിത്യത്തെക്കുറിച്ച് എത്ര ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പുറത്തൊക്കെ എത്ര. അപ്പം അതിനെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് പറയാണ് ഇത് കഞ്ചാവ് സാഹിത്യം. അത് നമ്മുടെ മലയാളികളുടെ ഒരു വികൃതിയാണ് കേട്ടോ. അങ്ങനെ സ്വാധീനമുണ്ടെന്നും അല്ലേ? ഫ്രഞ്ച് ചിന്തകരുടെ സ്വാധീനമാണ് മുകുന്ദൻ എന്ന എഴുത്തുകാരനെ കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതിക്കുന്നത് എന്നൊക്കെ ഒരു അത്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കാലഘട്ടം അസ്വസ്ഥതയുടെ കാലഘട്ടമായിരുന്നു. അസ്വസ്ഥത അറിയാത്തവർ, ഫീൽ ചെയ്യാത്തവരുണ്ടായിരുന്നു. അവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിരുന്നത്. അപ്പോൾ ഈ വെള്ളിയാങ്കല്ലും തുമ്പികളും, ഇന്നിപ്പം വെള്ളിയാങ്കല്ലും തുമ്പികളുമാണ് ഈ മയ്യഴിപ്പുഴയ്ക്ക് പകരമായിട്ട് എല്ലാവരും എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഒരു ആത്മീയ തലം ആ നോവലിലേക്ക് കടന്നു വന്നത് അതൊരു തികച്ചും ഭാവനാപരമായ. മുന്തേട്ടൻ ഇതുവരെ വെള്ളിയാങ്കല്ലിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ അടുത്തുനിന്ന് കണ്ടിട്ടില്ല എന്നൊക്കെ ഇവിടെ അടുത്ത് വായിച്ചു. അപ്പം അതെങ്ങനെയായിരുന്നു ആ വെള്ളിയാങ്കല്ലിൻ്റെ സൃഷ്ടി? ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ആ തുമ്പികളും വെള്ളിയാങ്കല്ലും ഒക്കെ
ഭാവനയിലേക്ക് കടന്നു വന്നതെന്നൊന്ന് അല്ല, അറിയാം. അത് ഞാൻ പിന്നെ കാണണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം അതൊരു സ്വപ്നം പോലെ അവിടെ കിടന്നോളട്ടെ. ഇപ്പം നമ്മൾ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. ദൈവം നേരെ വന്ന് മുമ്പിൽ നിന്നാൽ പിന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കില്ല. അതുപോലെയുള്ള ഒന്നാണ്. എനിക്കവിടെ പോകണമെന്നോ അല്ലെങ്കിൽ വെള്ളിയാങ്കൽ കാണണമെന്നോ ആഗ്രഹമില്ല. അതൊരു സ്വപ്നം പോലെ അവിടെ നിന്നുകൊള്ളട്ടെ. ദാസനും ചന്ദ്രികയൊക്കെ ഇപ്പം അവിടെ തുമ്പികളായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അല്ലേ? ഉണ്ടാവും. അത് ഇപ്പോഴും ഒരു അത്ഭുതമാണ് കേട്ടോ. അവിടുന്ന് തുമ്പികളുണ്ട് എന്നുള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ മാഹി പള്ളിയിലെ പെരുന്നാളുണ്ടല്ലോ, കഴിഞ്ഞ ഒക്ടോബറിൽ, അന്ന് പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ വൈക്കം മനോജ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ പിന്നെ തുമ്പിയെ തുമ്പിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തിരുന്നു. അപ്പം പലരും പറഞ്ഞ് നിങ്ങൾ വെറുതെ കാത്തിരിക്കുകയാണ്, അതൊക്കെ മുകുന്ദനുണ്ടാക്കിയ കെട്ടുകഥകളാണ്. അങ്ങനെ കാത്തിരുന്ന് അവസാനം വരുന്നു തുമ്പികൾ. എന്നിട്ട് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഉണ്ട്, അയാൾ എൻലാർജ് ചെയ്തിട്ടുള്ള എക്സിബിഷൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. ഭാഷാഭൂഷണിയിൽ ലേഖനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമായിട്ട്. നമുക്കത് ന്യായീകരിക്കാൻ എല്ലാം യുക്തി കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ യുക്തിക്കപ്പുറത്ത് നമ്മുടെ ബ്രെയിനിന് പരിമിതികളുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, അതിന് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെ മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ തുമ്പികളുടെ അങ്ങനെയൊന്നാണ് എൻ്റെ നിലപാട്. എപ്പോഴും പിന്നെ ഒന്നുമില്ല എന്ന് പറയണ്ട. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയും ഉണ്ട് എന്ന് പറയും. എന്തിനാണ് ഇല്ല എന്ന് പറയുന്നത്? നമുക്കറിയില്ലല്ലോ ദൈവം ഉണ്ടോ ഇല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറയാൻ. മൂന്തേട്ടൻ്റെ എനിക്ക് ഇപ്പം ആദ്യത്തെ മയ്യഴിപ്പുഴയിലെ കുഞ്ഞിച്ചിരുത മുതൽ ഇപ്പം അവസാനം വായിച്ച ഡൽഹി ഗാഥകളിലെ റോസിലി വരെ, അല്ലെങ്കിൽ ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു അതിലെ നായിക കഥാപാത്രം, അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഡെസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയിലെ സോനിയ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ. സോനിയയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് നിക്കോൾ റസ്കോ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ വ്യഥകളുടെ മുമ്പിലുമാണ് മുട്ടുകുത്തുന്നത്. അപ്പം ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹം പറയുന്ന വാക്കുകളാണ് എനിക്ക് മൂന്തേട്ടൻ്റെ പല സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പം തോന്നിയിട്ടില്ല. അത് ആദ്യത്തെ നോവലിൽ തന്നെ 25 വയസ്സുള്ള മുകുന്ദൻ എന്ന യുവാവ് രചിച്ച നോവലിലെ കുഞ്ഞിച്ചിരുത മുതൽ അവരോടുള്ള ഒരു സഹാനുഭൂതി എന്നോ അല്ലെങ്കിൽ സഹഭാവം എന്നോ എന്താ പറയേണ്ടതെന്നറിയില്ല മുന്തേട്ടൻ നോവലുകൾ കാണാം. അല്ലാതെ വലിയ വിപ്ലവകാരികളായ പെൺപുലികളെയൊന്നും നോവലുകളിൽ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു സൃഷ്ടിയിലേക്ക് കടന്നു വരുന്നത്? അല്ല, അദ്ദേഹം പിന്നെ പലരും വിമർശിച്ചിട്ടുള്ളതാണ് ആ ഒരു പോയിന്റ്. സ്ത്രീ കഥാപാത്രങ്ങൾ പിന്നെ കരുത്തുള്ളവരല്ല എന്നുള്ളത്. അപ്പം അതിന് നമ്മുടെ ശാരദക്കുട്ടി ഒരിക്കൽ ഒരു ലേഖനം എഴുതിയിരുന്നു മാതൃഭൂമിയിൽ, ആഴ്ചപ്പതിപ്പിൽ, കമൽറാം സജീവുള്ള കാലത്ത്. അതിൽ ശാരദക്കുട്ടിയും മുകുന്ദൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പോൾ അതിൽ ശാരദക്കുട്ടി പറയുന്നത് മുകുന്ദൻ്റെ കഥാപാത്രങ്ങൾ ഇവിടെ പോകുമ്പോഴും ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് കേട്ടോ. അത് അങ്ങനെയാണ്, എല്ലാ കഥാപാത്രങ്ങൾക്കും അങ്ങനെ ഒരു പെൺകുട്ടി കൂടെയുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മയ്യഴിപ്പുഴ തീരങ്ങൾ എഴുതുമ്പോൾ ഉദാഹരണത്തിന് ചന്ദ്രിക എന്നുള്ള കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന കാലത്ത് അന്ന് ഫെമിനിസം ഒന്നുമില്ല കേട്ടോ. ഫെമിനിസ്റ്റ് യൂറോപ്പിലുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ നാട്ടിൽ അതിൻ്റെ അലകൾ വന്നിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം പിന്നെ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് സങ്കല്പം നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാലത്ത് ശക്തിയിലൊരു സ്ത്രീ കഥാപാത്രം വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കഥാപാത്രങ്ങളെ ഈ പിക്കപ്പ് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ്. അപ്പം ഇന്നാണെങ്കിൽ അങ്ങനെയല്ല, എന്നിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ പുലിയപ്പാട്ട് എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്, പുലിയപ്പാട്ട്. അതിൻ്റെ ഗൗരി എന്നുള്ള ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. അപ്പം അതിന് മുമ്പുള്ള കാലത്ത് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകാൻ ഉള്ള കാരണം ഇതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നല്ല ശക്തരായ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? അല്ല, ഉണ്ടായിരുന്നു. അതിപ്പം നമ്മളെ മരുമക്കത്തായ സമ്പ്രദായത്തിലൊക്കെ MTയുടെ നോവലെല്ലാം കാണുന്നില്ല. സ്ത്രീയാണ് ഭരണകർത്താവ്, സ്ത്രീയാണ്
അത് അവർ നമ്മുടെ മമതാ ബാനർജിയെ പോലെയോ ഇന്ദിരാഗാന്ധിയെ പോലെയൊക്കെ ഉള്ള സ്ത്രീകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപുറത്ത്. പക്ഷേ അതിനൊക്കെ മുമ്പ് അഗ്നിസാക്ഷിയൊക്കെ വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനതിന് ബോധപൂർവം ഉണ്ടല്ലോ ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിക്കാം എന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ട് വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, ഈ കഥാനായകന്മാരോട് സഞ്ചരിക്കുന്നവർ, എനിക്ക് അതിലും അവർ മോശമാണെന്ന് പറഞ്ഞില്ല കേട്ടോ. ഈ കഥാനായകന്മാരുടെ കൂടെ സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ അവർ നല്ലവരാണ്. ഇപ്പം ഹരിദ്വാരിൽ മലയാളം മുഴങ്ങൂല് അവളൊക്കെ വായിച്ചിട്ടുള്ളവർ, വായനയും അറിവും ഒക്കെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. അങ്ങനെയല്ലാതെ അവർ വളരെ താണ തലത്തിലുള്ളവരല്ല. പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ബോധപൂർവം ഇനിയൊരു ശക്തി, ഒരു കരുത്തുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ച് കളയാം എന്ന് പിന്നെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അത് ശരിയാകില്ല. സ്വാഭാവികമായിട്ട് വരുന്നത് പോലെ പിന്നെ വിമർശനങ്ങളുണ്ട് കേട്ടോ. വിമർശനങ്ങൾ മയ്യഴിപ്പുഴകളെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതിലൊന്ന് അവർ പറയുന്നത് അത് ചരിത്രത്തെ വളച്ചൊടിച്ച ഒരു നോവലാണെന്നാണ്. ചരിത്രം അങ്ങനെ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് അതിൽ പറയുന്ന പല കാര്യങ്ങളും മാഹിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. അതിന് ചരിത്രം എഴുതിയാൽ പോരെ അല്ലേ? മാഹിയിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രം എഴുതണമെങ്കിൽ ചരിത്രം വായിച്ചാൽ. അപ്പം അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചു, ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് ഞാനെപ്പോഴും ആലോചിക്കാണ്, നമുക്ക് ഒരു മറുപടി കൊടുക്കാൻ കഴിയും. ഒരു കഥ ഞാൻ കുറേ മുമ്പ് വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. അത് മറ്റേ ഇയാളുണ്ടല്ലോ ആൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കഥയുണ്ട്, നിഴൽ എന്ന് പറഞ്ഞൊരു കഥ. അത് ഒരു മനുഷ്യന് നിഴലും ഇവരാണ് ഇതിൻ്റെ കഥാപാത്രങ്ങൾ. ഈ മനുഷ്യന് ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കണം. രാജകുമാരിയോട് വലിയൊരു പ്രണയം, ആസക്തിക്കാൻ അതിരിക്കട്ടെ. അപ്പം മനുഷ്യനും നിഴലും, അപ്പം നിഴലെല്ലാപ്പോഴും ഈ മനുഷ്യൻ്റെ കൂടെ ഉണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നിഴൽ മനുഷ്യരിൽ നകലാൻ തുടങ്ങി. ക്രമേണ മനുഷ്യൻ്റെ നിഴൽ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് തനിയെ സഞ്ചരിക്കാൻ തുടങ്ങി ദൂരേക്ക്. അപ്പം അപ്പോഴാണ് പിന്നെ ആളുകൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം പിന്നെ മനുഷ്യനല്ല യാഥാർത്ഥ്യം, മനുഷ്യനല്ല സത്യം, മനുഷ്യൻ്റെ നിഴലാണ് യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ നിഴലാണ് സത്യമുള്ളത് എന്നുള്ള ഒരു സങ്കല്പം വന്നു. അപ്പോൾ അത് രാജകുമാരി അറിയാനിടയായി. രാജകുമാരി നിഴലിനെ കല്യാണം കഴിച്ചു. കാരണം നിഴലാണ് സത്യം, പിന്നെ മനുഷ്യനല്ല സത്യം, മനുഷ്യൻ നിഴലാണ് സത്യം. ഇത് തന്നെയാണ് നോവലിലും. ഈ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെയാണ്, നോവൽ എന്ന് പറയുന്നത് നിഴലിനെ പോലെയാണ് കേട്ടോ. അപ്പം നിഴലാണ് നോവൽ. ഇതാണ് മറുപടി. ശരിക്കും നമ്മൾ നോവൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വളച്ചൊടിക്കുന്നൊക്കെ പറയുമ്പോൾ ഇതാണ് നമ്മുടെ മറുപടി. അതായത് നോവലാണ്. അത് ഏറ്റവും നല്ല സുന്ദരമായ ഒരു ഉത്തരവാണ്. അതുകൊണ്ടാണ് അല്ല ഈ നിഴലിന് രാജകുമാരി കല്യാണം കഴിച്ചല്ല, നോവലിന് വേണമെങ്കിൽ ഒരുപാട് രാജകുമാരികളെ കല്യാണം കഴിക്കാം. ചരിത്രത്തിന് സാധിക്കില്ല. ചരിത്രത്തിന് ഒരു രാജകുമാരിയും ചരിത്രത്തെ വിവാഹം ചെയ്യില്ല. പക്ഷെ നോവലിനെ വിവാഹം ചെയ്യും. എന്താ ഡോസ്റ്റോവസ്കിയുടെ നോവലിനെയൊക്കെ വിവാഹം കഴിക്കാൻ ഞാനൊരു പെണ്ണാണെങ്കിൽ കല്യാണം കഴിക്കും ഡോസ്റ്റോവസ്കിയുടെ നോവലിനെ. എനിക്ക് തോന്നുന്നു ശരിക്കും ചരിത്രവും ഫിക്ഷനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അത് തന്നെയാണ്. ചരിത്രത്തിൽ നമ്മൾ കാണുന്ന വരണ്ട ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സത്യം എന്നും പറയാൻ പറ്റാത്ത ചില നുണകൾ, പക്ഷേ ഫിക്ഷനിൽ എനിക്ക് തോന്നുന്നു എഴുതി വെക്കുന്നത് സാധാരണക്കാരായ ആളുകളുടെ, അല്ലേ, രാജാക്കന്മാരുടെ ഒന്നുമല്ല, സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വ്യഥകൾ, സങ്കടങ്ങൾ, അവരുടെ പച്ചയായ ജീവിതവും എല്ലാം വന്നു കഴിയുമ്പം അത് ചരിത്രത്തോട് ചിലപ്പോൾ നീതി പുലർത്തിയെന്ന് വരില്ല. കാരണം ചരിത്രം എഴുതുന്നത് ജയിക്കുന്ന ആൾക്കാരാണെന്ന് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മിക്കവാറും കഥ എഴുത്തുകാരെല്ലാം തോറ്റ മനുഷ്യരുടെ പക്ഷത്തു നിന്നിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടായിരിക്കും മയ്യഴിയിൽ എന്താ പറയുക, ചരിത്രം ശരിയല്ല എന്ന് ആൾക്കാർ പറയുന്നു. കാരണം മയ്യഴിയിൽ സാധാരണക്കാരായ മനുഷ്യർ, അവിടുത്തെ ലെസ്ലി സാഹിബിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ ആ ബംഗ്ലാവിൻ്റെ ചരിത്രമോ അല്ല മൂന്തട്ടൻ എഴുതിയിരിക്കുന്ന. അവിടെ സാധാരണക്കാരായ കുറുമ്പിയമ്മയെ പോലുള്ള മനുഷ്യരുടെ, അല്ലെങ്കിൽ കുഞ്ഞനന്ദൻ മാസ്റ്ററെ പോലെയുള്ള പ്രവർത്തകരുടെ, അല്ലെങ്കിൽ ചന്ദ്രികയെ പോലെയൊക്കെയുള്ള സാധാരണ സ്ത്രീകളുടെയൊക്കെ കഥ എഴുതുമ്പോൾ അത് ചിലപ്പം ചരിത്രത്തിൽ നിന്ന് വേറെ ഒരു, എനിക്ക് തോന്നുന്നു ഇനി അവിടെ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് വരുമ്പോൾ അത് ഡൽഹി എത്രമാത്രം
ചരിത്രത്തോട് നീതി പുലർത്തിയിട്ട് അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? കാരണം അടിയന്തരാവസ്ഥക്കാലം, സിഖ് കൂട്ടക്കൊലക്കാലം, ചൈനീസ് വാറിൻ്റെ കാലം, അല്ലെങ്കിൽ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കാലം, അതെല്ലാം എനിക്ക് തോന്നുന്നു 1959 മുതലുള്ള ഒരു ഇന്ത്യയെ വായിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആ സമയത്തെ ഡൽഹിയെ വായിച്ചെടുക്കാൻ ആ പുസ്തകം ഡൽഹി ഗാഥകൾ വായിച്ചാൽ മതി എന്ന് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. വളരെ സ്ലോ ആയിട്ട് തുടങ്ങി. അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ പൂന്തേട്ടൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ശ്രീധരൻ ഉണ്ണിയുടെ മരിച്ച ആ നോവൽ തുടങ്ങുന്നത് വളരെ മനോഹരം എന്ന് പറയാൻ പറ്റില്ല, വളരെ സംഘർഷാത്മകമായ ഒരു പരിസരത്തിലാണ് നോവൽ തുടങ്ങുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന വാർത്ത വായിച്ച് ശ്രീധരൻ ഉണ്ണി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ആ നോവലിൻ്റെ തുടക്കം. അത് 1961 അല്ലേ? അതോടെയാണ് നോവൽ തുടങ്ങുന്നത്. അവിടെ തുടങ്ങുന്ന നോവൽ പിന്നെ ഡൽഹിയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൽ മൂന്തേട്ട എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഏതാണെന്നറിയോ? തുർക്ക്മാൻ ഗേറ്റിലെ എടുപ്പുകളെല്ലാം മണ്ണുമാന്തികൾ വന്ന് എന്താ പറയുക, നശിപ്പിച്ച് കളയുന്ന, അടിയന്തരാവസ്ഥ കാലത്ത് കുറച്ച് ചെറിയ കടകളൊക്കെ വെച്ച് ജീവിതം കഴിച്ചുകൊണ്ട് പോയിരുന്ന മനുഷ്യർ, അല്ലെങ്കിൽ എന്താ പറയുക, വഴിയോര കച്ചവടമൊക്കെ നടത്തി ജീവിച്ചിരുന്ന മനുഷ്യർ. ഇപ്പം നമ്മൾ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് കണ്ട പോലെ ഒരു രാത്രി കൊണ്ടെല്ലാം നഷ്ടമായി തീർന്ന ഒരു 2 ഗ്രാമങ്ങളെ, അല്ലെങ്കിൽ 2-3 ഗ്രാമങ്ങളെ നമ്മൾ കാണുകയാണ്. അതുപോലെ ആ തുർക്ക്മാൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു പരിസരം മുഴുവൻ ഇടിച്ച് നിരപ്പാക്കി എത്രയോ ആയിരം മനുഷ്യരുടെ ജീവിതം ഇല്ലാതാക്കിയ അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരത, അത് ശരിക്കും മുകുന്ദേട്ടൻ്റെ നമ്മളത് ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നേരത്തെ ആ ചരിത്രവും ഫിക്ഷനും തമ്മിലുള്ള വ്യത്യാസം പറയാം. പക്ഷേ മുകുന്ദേട്ടൻ്റെ എഴുത്തിലൂടെ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടി കണ്ണുനീര് വന്നു പോകും. അതാണ് ഒരു ഫിക്ഷൻ്റെ ഒരു ഗുണം തോന്നും. ആ തുർക്ക്മാൻ ഗേറ്റ് അവിടെ ഉടച്ചു കളയാനായിട്ട് സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞിരുന്ന സംഭവം മുകുന്ദേട്ടൻ വളരെ ഭംഗിയായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ ജുമാ മസ്ജിദിൻ്റെ പരിസരങ്ങളിൽ മുഴുവൻ, അവിടുത്തെ എടുപ്പുകളിൽ മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യവും അല്ലെങ്കിൽ മാലിന്യങ്ങളും ഒക്കെയാണ്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജുമാ മസ്ജിദിൽ നോക്കിയാൽ നേരെ ഇന്ത്യ ഗേറ്റ് നമുക്ക് കാണാൻ കഴിയണം. ഇന്ത്യ ഗേറ്റിൻ്റെ മനോഹരമായ ആ കാഴ്ച കാണാൻ കഴിയണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് തുർക്ക്മാൻ ഗേറ്റിലെ ഈ നാശം പിടിച്ച എടുപ്പുകളാണ്. ആ തുർക്ക്മാൻ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു മിനി പാകിസ്ഥാനാണ്. ഡൽഹിയുടെ ഉള്ളിൽ ഒരു മിനി പാകിസ്ഥാൻ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ആ തുർക്ക്മാൻ ഗേറ്റ് ഇടിച്ച് നിരപ്പാക്കുന്ന മണ്ണുമാന്തികൾ ഇന്നും നമ്മുടെ എന്താ പറയുക, നമ്മൾ അറിയാതെ നമ്മളുടെ ഇടയിലൂടെ മണ്ണുമാന്തിക്കൊണ്ട് നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പം അത് ഒരു കാലാതിവർത്തിയായ ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത്, ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മുകുന്ദേട്ടൻ ഡൽഹിയിലുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ചൈന യുദ്ധത്തിൻ്റെ കാര്യം ആ സമയം പറഞ്ഞു, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ അടിയന്തരാവസ്ഥ, അത് കഴിഞ്ഞിട്ട് സിഖ് കൂട്ടക്കൊല, അതെല്ലാം നമ്മൾക്കൊരു ചരിത്ര പുസ്തകം വായിക്കുന്ന പോലെയല്ല, നമ്മുടെ കണ്ണ് നനയാതെ ഹൃദയം പിടയാതെ വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഡൽഹി ഗാഥകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത്രയ്ക്കും ഒരു ആഭിമുഖ്യത്തോടെ അല്ലെങ്കിൽ ഇത്രയും ആഴത്തിൽ അതിനെ സ്പർശിക്കാൻ കഴിഞ്ഞത്? മുകുന്ദേട്ടൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ, അത് അടുത്ത് ഉള്ള ആൾക്കാർക്ക് അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടാണോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിലെ ആ സർദാർജി കുടുംബമൊക്കെ മുകുന്ദേട്ടൻ താമസിച്ചിരുന്ന മുകുന്ദേട്ടൻ്റെ അയൽക്കാരാണ്, അല്ലെങ്കിൽ അതിലെ സഹദേവൻ മുകുന്ദേട്ടൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സഹദേവനിൽ എത്രമാത്രം മുകുന്ദേട്ടനുണ്ട്? അല്ല, ആ കാലത്ത് ഞാൻ ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ ഞാൻ 40 വർഷം അവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാം തന്നെ ഈ ചൈനയുടെ ആക്രമണം, പിന്നെ അതിനുശേഷം പാകിസ്ഥാനുമായിട്ടുള്ള 3 യുദ്ധങ്ങൾ, പിന്നെ അടിയന്തരാവസ്ഥ, സിഖുകാർക്കെതിരായിട്ടുള്ള കലാപം, ഇതെല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണ്. അതാണ് ഇപ്പം ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ജുമാ മസ്ജിദിൻ്റെ പരിസരം, അവിടെയാണ് ഏറ്റവും പാവങ്ങളായിട്ടുള്ളവർ താമസിക്കുന്ന സ്ഥലമാണത്. അത് നമ്മുടെ ന്യൂനപക്ഷ സമുദായക്കാരുടെ, അവരാണ് അവിടെ 200 വർഷം 300 വർഷമൊക്കെ ആയിട്ട് അവരവിടെ താമസിക്കുകയാണ്. പാവങ്ങളാണ്. അത്രയും പിന്നെ
അവരെയാണ് പിന്നെ ഈ ഡൽഹിയിൽ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ഏതെങ്കിലും വിദേശത്ത് നിന്ന് ഒരു രാഷ്ട്രപതിയോ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ ഡൽഹിയിലുള്ള യാചകന്മാരെ മുഴുവൻ ഇവർ പിടിച്ച് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ പിടിച്ച് ഒരു വലിയൊരു വാഹനത്തിലിട്ട് ജുമാ മസ്ജിദിൻ്റെ അവിടെയാണ് കൊണ്ടുപോയി ഡംപ് ചെയ്യുക. അങ്ങനെ മാലിന്യങ്ങൾ, ഡൽഹിയിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് ജുമാ മസ്ജിദിൻ്റെ പരിസരം മാറി. പക്ഷെ അവിടെ തലമുറകളായിട്ട് ഈ പാവങ്ങൾ ജീവിക്കുന്നുണ്ട്, ചെറിയ ചെറിയ തൊഴിലൊക്കെ ചെയ്തുകൊണ്ട്. അതിനെയാണ് സഞ്ജയ് ഗാന്ധി ഉന്നം വെച്ചത്, അവിടെ വൃത്തിയാക്കണം എന്നുള്ളത്. വൃത്തിയാക്കുക ഇങ്ങനെയാണ് അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം നൽകിയിട്ടാണ് പിന്നെ അവിടെ വൃത്തിയാക്കേണ്ടത്, അല്ലാതെ അവരെ ഇല്ലായ്മ ചെയ്തിട്ടല്ല. അപ്പോൾ അവിടെ ബുൾഡോസർ കൊണ്ടുപോയിട്ട്, ബുൾഡോസർ കൊണ്ടുപോയിട്ട് ഈ പാവങ്ങളുടെ താമസ സ്ഥലങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ബുൾഡോസറിൻ്റെ കിടന്ന് മരിച്ചു ആളുകൾ, സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി, പക്ഷേ പോലീസുകാർ വിട്ടില്ല. പക്ഷേ ഭയങ്കരമായിട്ടുള്ള പോലീസുകാർ മുഴുവൻ സ്ഥലത്തും വളഞ്ഞ് നിൽക്കുകയാണ്. എന്നെ അവരങ്ങോട്ടേക്ക് വിട്ടില്ല. പിന്നെ അടിയന്തരാവസ്ഥയുടെ ഈ ഒരു പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്ന മനുഷ്യർ അപ്രത്യക്ഷരാണ് ചിലർ. പിന്നെ അവരെ നമ്മൾ കാണുന്നില്ല കേട്ടോ. അപ്രത്യക്ഷമായി പോകുന്നു ചില മനുഷ്യർ. അപ്പോൾ ഇതുപോലെ കൊന്നുകളിയുക. അപ്പോൾ എനിക്ക് അന്ന് ഒന്നും എഴുതാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ ഞങ്ങൾ എംബസിയുടെ ഞങ്ങളുടെ കോൺട്രാക്റ്റ് പ്രകാരം ഞങ്ങളൊന്നും സജീവ രാഷ്ട്രീയത്തിൽ പിന്നെ ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. അതപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടന്ന് നീറുകയായിരുന്നു. ഇങ്ങനെ എഴുതിയാൽ എൻ്റെ ജോലി പോകും. ആ കാലത്തൊക്കെ നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് അവിടെ മനസ്സിൽ ഒടിയോ അതിനെയൊക്കെ അമർത്തി വെച്ച് പിന്നെ ഞാൻ ജോലിയൊക്കെ വിട്ടപ്പോഴാണ് അതൊക്കെ പെട്ടെന്ന് പൊട്ടി ഒഴുകുന്നത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് സിഖുകാർക്കെതിരായിട്ടുള്ള കലാപമുണ്ടല്ലോ. ഇന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം സിഖുകാരാണ് ഇന്ദിരാഗാന്ധി കൊന്നത് എന്നുള്ള കാരണത്താൽ അവിടെയുള്ള സിഖുകാരെ മുഴുവൻ ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയിട്ട് ആളുകൾ, ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, ഈ കമ്പിവടികളും ആയുധങ്ങളുമായിട്ട് ഓരോ വീടുകളിലും ചെന്ന്. എൻ്റെ വീട്ടിലേക്ക് വന്നിങ്ങനെ മുട്ടി വിളിച്ചിട്ട് രാത്രി സിഖുകാരുണ്ടോ അവിടെ, സിഖുകാരെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ബഹളം അറിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ എന്ത് സംഭവിക്കുമ്പോൾ എനിക്കത് കാണാനുള്ള ഒരു ഇങ്ങനെ ഞാൻ ഓഫീസിൽ ഇറങ്ങി ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സൗത്ത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിസരത്ത്. അവിടെ ഒരു ടാക്സി വരുന്നു. ടാക്സിക്കാർ അധികവും സിഖുകാരാണ് കേട്ടോ അവിടെ. അപ്പോൾ ഒരു പ്രായമായിട്ടൊരു സിഖുകാരനാണ് ടാക്സി ഓടിക്കുന്നത്. അപ്പോൾ ഈ കലാപകാരികൾ ആ ടാക്സി നിർത്തി എന്നിട്ട് അയാളെ മുടി പിടിച്ചിട്ട് പുറത്തേക്ക്, സിഖുകാർക്ക് മുടിയുണ്ടാവുമല്ലോ, അവരുടെ ഈ ടർബൻ അത് അങ്ങോട്ട് പിന്നെ തട്ടിത്തെറിപ്പിച്ച് മുടി വിട്ട് പുറത്തിട്ടിട്ട് ആ ടാക്സിക്കാരിൽ നിന്ന് പെട്രോൾ എടുത്തിട്ട് ഇയാളുടെ മേലെ ഒത്തിരി തീ കൊടുത്തു. ഞാൻ കാണുന്നതാണത്. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സ് മരവിച്ച് വീഴുന്നു അവിടുത്തെ ജീവിതത്തിൽ. നമ്മൾ എങ്ങനെയാണ് ഈ ദുഃഖങ്ങളും ഇതൊക്കെ ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി നടന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡൽഹി ഗാഥകൾ എഴുതിയപ്പോൾ ഇതൊക്കെ അണപൊട്ടി ഒഴുകുമായിരുന്നു. ഈ പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുള്ള വേദനകളുണ്ടല്ലോ, നമുക്ക് പ്രതിഷേധിക്കണം, ആരോട് പ്രതിഷേധിക്കാനെന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയും ഡൽഹിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. വല്ലാതൊരു നിസ്സഹായാവസ്ഥയാണ്. നമുക്ക് ആരുമില്ല, ആരോട് പറയാനാണ് അവിടെ. നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ ഡൽഹിയിലേക്ക് പോകുന്നവർ എൻ്റെ കണ്ട് ശീലിച്ചതാണ് ചെങ്കൊടി. കേരളത്തിൽ എവിടെ നോക്കിയാലും ചെങ്കൊടിയെ കാണാമല്ലോ. ഡൽഹിയിൽ പോയപ്പോൾ ചെങ്കൊടിയില്ല, ഒരു ചെങ്കൊടി ഞാൻ അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരിക്കലും അവിടെ ബദർപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ലോറികൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ലോറികൾ പച്ചക്കറിയൊക്കെ കയറ്റാൻ അവർക്ക് അവിടെ ഞാൻ നോക്കുമ്പോൾ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ആൽമരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ ഒരു ചെങ്കൊടി. എന്തൊരു സന്തോഷമാണ്, പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ചെങ്കൊടി. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അവിടെ. എനിക്ക് ഡൽഹി കഥകൾ മുഴുവൻ പറഞ്ഞിട്ടില്ല, അതിൽ ഇനി എത്രയോ പറയാനുണ്ട്. അതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ടോ? അപ്പോഴും സത്യം പറഞ്ഞാൽ ഞാനതാ പറഞ്ഞ അനുഭവങ്ങൾ, നമ്മളെവിടെ ജീവിക്കുന്നു, നമ്മുടെ അനുഭവങ്ങൾ, അതൊക്കെയാണ് നമ്മളെ എഴുത്തുകാരനെ ഉണ്ടാക്കുന്നത്. ഈ അനുഭവങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പം ആ നദിയോട് പേര് ചോദിക്കരുതെന്നുള്ള ആ പുസ്തകം, മനോഹരമായിട്ടുള്ള പുസ്തകമില്ല, അതിപ്പോൾ ഇംഗ്ലീഷിൽ വന്ന് എല്ലാവരും വായിക്കുകയാണ്. അത് പിന്നെ മറ്റേ വലിയ ചുരുക്കപ്പട്ടികയിൽ വന്നിരുന്നു JCV പുരസ്കാരത്തിന്. ഇതെനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. മനോഹരമായിട്ടുള്ളൊരു നോവലാണ്. ഞാനത് പണ്ടേ പറഞ്ഞിരുന്നല്ലോ, ഞാൻ വായിച്ചു വിടുന്ന, അതായത് ഇസ്രായേലൊക്കെയാണ്
പലസ്തീനും ഇസ്രായേലൊക്കെയാണ്, യേശുക്രിസ്തു നടന്നു പോകുന്ന വഴികളൊക്കെയാണ്. അപ്പം അതെങ്ങനെയാണ് പിന്നെ ഷീലയ്ക്ക് എഴുതാൻ പറ്റിയത്? അവിടെയൊക്കെ പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അപ്പം നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നാൽ നമുക്കൊന്നും എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ എങ്ങോട്ടൊന്നുമില്ലാതെ. ഞാനങ്ങനെ യാത്ര ചെയ്ത ആളാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം, ഞാൻ എവിടെയാണുള്ളത് അതാണ് എൻ്റെ നാട്. മാഹിയിലാകുമ്പോൾ മാഹിയാണ് എൻ്റെ നാട്, ഡൽഹിയിലാകുമ്പോൾ അതാണ് എൻ്റെ നാട്, ഹരിദ്വാറിൽ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് എൻ്റെ നാട്. എല്ലാം എൻ്റെ നാടാണ്, ലോകം മുഴുവൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു മോന്തേട്ടനെ ഇത്രയും മനോഹര കൃതികൾ രചിക്കാൻ സാധിക്കുന്നത് എവിടെ എത്തുന്നോ അതെല്ലാം സ്വന്തം നാടാണ്, അവിടെയുള്ള മനുഷ്യരെല്ലാം സ്വന്തമാണ്, സ്വന്തം ആൾക്കാരാണ് എന്ന് മനസ്സിലേക്ക് എടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡൽഹിയിലെ ഗാഥകളിലെ തന്നെ വാസവനുണ്ടല്ലോ, വാസവ പണിക്കർ ചിത്രകാരൻ. അപ്പം എനിക്ക് ഡൽഹി ഗാഥകളിലെ സഹദേവനേക്കാളും ശ്രീധരനുണ്ണിയേക്കാളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാസവ പണിക്കരെയാണ് ആ ചിത്രകാരൻ. എങ്ങനെയാണ് അങ്ങനെ ഒരു വാസവനെ കണ്ടുപിടിച്ചത്? എവിടെ നിന്നാണ്? അതൊരു വേറെ ഒരു സ്ഥലത്തും കാണാത്ത ഒരു കഥാപാത്രമായിട്ട് തോന്നുന്നു. അത് അവിടെ നമ്മുടെ നാട്ടിൽ നിന്നും ഈ ചിത്രകാരന്മാർക്കൊന്നും കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവർക്ക് ഒന്നും ഇവിടെ ആരാണ് ചിത്രങ്ങളൊക്കെ വാങ്ങുക. അപ്പോൾ ഇവരൊക്കെ ഒരു കലാകാരൻ എന്നതിലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ഡൽഹിയിൽ വരും, എന്നിട്ട് അവിടുന്ന് നശിക്കുകയാണ്. ആരും വരെ മൈൻഡ് ചെയ്യില്ല. അപ്പം ഈ പറഞ്ഞ വാസവ പണിക്കർ, പിന്നെ അയാൾ ഏകദേശം സാമ്യമുള്ള ഒരാളാണ്. ഈ കാക്കനാടൻ്റെ അനുജൻ രാജൻ കാക്കനാടൻ കേട്ടാ. രാജൻ കാക്കനാടന് ഒരു ദിവസം അയാൾ ഉള്ള ജോലിയൊക്കെ രാജിവെക്കും, ഒരിക്കലും ജോലിയില്ല. അപ്പം കാക്കനാടൻ്റെ ഇളയ ബ്രദറാണ്. അപ്പോൾ അയാൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, പിന്നെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററിൽ അവിടെയായിരുന്നു, സർക്കുലേഷൻ മാനേജറായിരുന്നു അവിടുത്തെ പ്രസിദ്ധീകരണത്തിന്. പക്ഷേ ഇയാൾ എല്ലാ ജോലിയും കളഞ്ഞാൽ ഒരു ജോലിയും ചെയ്യില്ല. അപ്പം ജോലി നഷ്ടപ്പെട്ട് ജോലി വെറുതെ രാജിവെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാശൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ എവിടുന്നോ കുറേ പൈസ കിട്ടി, എവിടുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പിന്നെ വിശക്കുന്നുണ്ട്, കുറേ സൈറ്റ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് മുകളിൽ, പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വഴിയിൽ കണ്ട ഭിക്ഷക്കാരൊക്കെ കൂട്ടി കൊണ്ടുപോയി. അവിടെ 3-4 ഭിക്ഷക്കാരെ കൂടെ കൊണ്ടുപോയി അവിടെ ഇരുത്തി കേട്ടോ. അപ്പോൾ അവിടെ ആകെ ബഹളമായി ഭിക്ഷക്കാരെ കണ്ടുകൊണ്ട് കേട്ടോ. ഭിക്ഷക്കാർക്ക് അവർ ഭക്ഷണം കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്നാണ് ഇതേപോലെ നമ്മുടെ വാസു ചെയ്യുന്നുണ്ടത് കേട്ടോ, ഒരു ഭിക്ഷക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അത് അങ്ങനെ കുറച്ചത് രാജൻ കാക്കനാടനാണ്, പൂർണ്ണമായിട്ടല്ല. ചില നിങ്ങൾ വായിക്കാത്തവർ തീർച്ചയായിട്ടും അത് ഡൽഹി ഗാഥകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഈ മയ്യഴി പോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിന് സാധാരണക്കാർ ഇനിയും വായിക്കേണ്ടിയിരിക്കുന്ന പുസ്തകമാണ് ഡൽഹി ഗാഥകൾ തോന്നുന്നു. മയ്യഴി നമ്മൾ എത്രത്തോളം മനസ്സിലേക്ക് എടുത്താൽ, അതുപോലെ നമ്മൾ ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് ഡൽഹിയുടെ ഒരു 10-50 വർഷത്തെ ഒരു ചരിത്രവും ജീവിതവും എല്ലാം എന്താണെന്ന്, അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിച്ചാൽ മതി. അപ്പം മോന്തേട്ട ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു നാഗരികനാണോ ഗ്രാമീണനാണോ? പിന്നെ ഞാൻ എപ്പോഴും അപ്പോൾ ഓഫീസിൽ നമ്മൾ പോകുമ്പോൾ വൃത്തിയിൽ പോകണമെന്നുണ്ട് കേട്ടോ. ഷൂസ് ധരിക്കണം, കോട്ട് ധരിക്കണം, ടൈ ധരിക്കണം ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഗ്രാമീണനാണ് കേട്ടോ. ഞാൻ കൊല്ലത്തിലൊരിക്കൽ അവധിയിൽ നാട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുക ഈ പാൻറ്റൊക്കെ അയച്ചിട്ട് മുണ്ട് മടക്കി കുത്തി ഒരു നിങ്ങൾ നടക്കും മായക്കൂടെ. വഴിക്കാരെയും കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഒരു കരണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചായപ്പൊടിയുണ്ട്, അവിടെ കയറിയിരുന്ന് ചായയും മറ്റേ ഈ ബോണ്ട സുഗി എന്നൊക്കെ പ്രസ്ഥാനമുണ്ട്, അതൊക്കെ കഴിക്കുക. അപ്പം എൻ്റെ ഉള്ളിൽ ഞാനൊരു മയ്യഴിക്കാരനാണ്. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഈ ഉടുത്ത് നടക്കുന്ന ഒരു മലയാളിയാണ്. പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കിട്ടേണ്ടി വരും. അങ്ങനെയാണ് കോട്ടും ടൈയൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഒരു അനുഭവം നമ്മുടെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് മുന്തേട്ടൻ്റെ പല കഥകളും. ഇപ്പം കുട നന്നാക്കുന്ന ചോയ്, അതിൽ ശരിക്കും എനിക്ക് തോന്നുന്ന ഇത്രത്തോളം മയ്യഴിയുടെ സാധാരണക്കാരുടെ ഭാഷയും അവരുടെ ആ ജീവിതവും ഒക്കെ പകർത്തിയ ഒരു പുസ്തകം വേറെ ഉണ്ടോയെന്ന്. അതിപ്പം മയ്യഴിപ്പുഴ കഴിഞ്ഞിട്ടൊരു 50 വർഷം, ഇപ്പം മയ്യഴിപ്പുഴയും ദൈവത്തിൻ്റെ വികൃതി അല്ല, അതൊക്കെ നമ്മൾ
നമ്മൾ മയ്യഴിയുടെ ആ ഫ്രഞ്ചുകാർ കടന്നുപോയതിന് ശേഷമുള്ളൊരു സന്ദിഗ്ധ ഘട്ടമായിരുന്നെങ്കിൽ ഇപ്പം കുട നന്നാക്കുന്ന ചൊയ്യയിലെത്തുമ്പം നമ്മൾ കാണുന്നത് ശരിക്കും ഇന്നത്തെ മയ്യഴിയുടെ അല്ലെങ്കിൽ മയ്യഴി എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലെ മയ്യഴിയുടെ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു, സാധാരണക്കാരെ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ അവിടെ ആ മാധവനുണ്ടല്ലോ, മാധവനാണ് മയ്യഴി കുട നന്നാക്കുന്ന ചോയി. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാവില്ലായിരിക്കും, വായിച്ചു നോക്കണം. അതിൽ ഒരു മാധവൻ എന്ന് പറയുന്നൊരു ചോയി എന്ന് പറയുന്ന ആൾ കപ്പൽ കയറി പോവുകയാണ്, വിദേശത്തേക്ക് പോവുകയാണ്, ഫ്രാൻസിലേക്ക് അല്ലേ പോകുന്നത്. പക്ഷേ സ്വന്തം വയറ്റപ്പിഴപ്പിന് വേണ്ടിയാണ് ചോയി പോകുന്നത്. അപ്പോൾ ചോയി പോകുന്ന സമയത്ത് നാട് വിട്ടു പോകാൻ വേണ്ടി ചോയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ചോയി ഒരു കത്തെഴുതി തൻ്റെ കൂട്ടുകാരനായ മാധവനെ ഏൽപ്പിച്ചിട്ടാണ് ചോയി പോകുന്നത്. കത്തിൽ ചോയി എഴുതിയിരുന്നു, ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിജിയുടെ ഇന്ത്യയാണ് എൻ്റെ രാജ്യം. എനിക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ കടൽ കടന്ന് പോകുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹം ദേശീയ പതാകയിൽ പൊതിഞ്ഞ് സംസ്കരിക്കണം എന്നായിരുന്നു മാധവന് ചോയി കൊടുത്ത കത്തിൽ ഉള്ള വിവരം. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് ഒരു ജിബൂട്ടിയിൽ വെച്ചുള്ള യുദ്ധത്തിൽ വെച്ച് ചോയി മരണമടയാണ്. ചോയി നാട്ടിലേക്ക് ചോയിയുടെ മൃതദേഹം എത്തിക്കഴിയുമ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടേ കത്ത് തുറക്കാവുള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കത്ത് തുറന്ന് മാധവൻ വായിക്കുന്നത് എങ്ങനെയാണ്: ഭാരതമാണ് എൻ്റെ രാജ്യം, ദേശം. ഭാരതമാണ് എൻ്റെ ദേശം. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹം കാവിയിൽ പൊതിഞ്ഞ് സംസ്കരിക്കണം. അപ്പം ചോയിയിൽ നിന്നും മാധവനിലേക്കുള്ളൊരു മാറ്റം ഇന്ന് നമ്മൾ ഡൽഹി ഗാഥകളിൽ നിന്നും ഇന്നത്തെ കാലത്തിലേക്ക് വന്നു കഴിയുമ്പം അന്നത്തെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് മറ്റൊരു തരത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൂടെ പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്ന ഒരു ജനതയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് കുട നന്നാക്കുന്ന ചോയി ഒരേ സമയത്ത് രാഷ്ട്രീയവും ഒരേ സമയത്ത് ഒരു ദേശത്തിൻ്റെ സാധാരണക്കാരുടെ ഭാഷയുമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മുന്തട്ടനെ പോലെ ഇതുപോലെ എന്താ പറയുക, ധൈര്യപൂർവ്വം തൂലിക ചലിപ്പിക്കാൻ പലപ്പോഴും എഴുത്തുകാർക്ക് പേടിയുണ്ട്. മുന്തട്ടന് പേടിയുണ്ടോ ഇങ്ങനെയൊക്കെ എഴുതുമ്പം ഇനി എത്രമാത്രം എഴുതാൻ സാധിക്കും എന്ന്? കാരണം നിശബ്ദമാക്കപ്പെടുന്ന എഴുത്തുകളെ കുറിച്ചാണ് ഇപ്പോൾ പലയിടത്തും എഴുത്തിൽ പേടിയെ എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് പേടിയുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ എഴുതാൻ പറ്റുന്നില്ല. എഴുത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മൾ ഇങ്ങനെ ഈ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം അതിനുള്ള കാരണം എഴുത്തിൽ നമ്മൾ കുറേ കൂടി ജാഗ്രത പുലർത്തും. നമ്മൾ വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യല്ല. പക്ഷേ പല സ്ഥലത്തും ഞാനിങ്ങനെ ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സ് തുറക്കും. ഞാൻ ഒറ്റൊരു ഉദാഹരണം പറയാം. ഞാനിങ്ങനെ ഏതോ സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഡൽഹിയിൽ അക്ഷർധാമില്ലേ, ഡൽഹിയിൽ അക്ഷർധാം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്നറിയില്ല. അത് ഒരു കാണേണ്ടതാണ്. യമുനയുടെ കരയിൽ ഒരു വലിയൊരു ക്ഷേത്രമാണ്. അത് ഞാൻ പറഞ്ഞു, ആ ക്ഷേത്രം കാണുമ്പോൾ എനിക്ക് ഭക്തി തോന്നുന്നില്ല. കാരണം അത് ബോംബെയിലെ സിനിമയുടെ സെറ്റിങ് പോലെ ഉണ്ടെന്ന്. എനിക്ക് തോന്നിയത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭക്തി തോന്നണമെങ്കിൽ ഒരു ചെറിയൊരു ക്ഷേത്രമായിരിക്കണം, ഒരു വിഗ്രഹം. ഇതിങ്ങനെ പടർന്നു കിടക്കുന്ന ആർഭാടം എന്ന് പറഞ്ഞിട്ടുള്ള വെണ്ണക്കല്ല് കൊണ്ടും ചെങ്കല്ല് കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള വിശാലമായിട്ട് ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ഞാൻ പറഞ്ഞു എനിക്കത് കാണുമ്പം ഭക്തി തോന്നുന്നില്ല, അതൊരു സിനിമയുടെ സെറ്റിങ് പോലെയുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച എത്ര ഭീഷണി, ഫോണിൽ ഭീഷണി, കള്ളക്കത്തെന്ന് വെച്ചാൽ കാർഡിൽ എഴുതുക, പറയാൻ പറ്റില്ല, അത്രയും വൃത്തിയായിട്ട ഭാഷയിൽ കാർഡിൽ ഇത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി, നമ്മുടെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്കിന്നില്ല. പിന്നെ ഇതിനെയൊക്കെ ഈ ഭീഷണിയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയണം. പക്ഷെ അതിനുള്ള തൊലിക്കെട്ടി എനിക്കില്ല. അപ്പം തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ ശരിയാ, നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കൊന്നുമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയുള്ള തൊലിക്കെട്ടി വേണ്ട, അത് എഴുത്തുകാരനുണ്ടാകില്ല. തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എഴുതില്ല. ഇതാണ്
മുന്തേട്ടൻ നിങ്ങൾ എന്ന് പറയുന്ന നോവല് ആവിഷ്കാരത്തിൻ്റെ ഒരു പുതിയ ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ള ഒരു നിങ്ങൾ എന്നുള്ള അതിൻ്റെ എനിക്ക് ആശയം വന്നത് നമ്മുടെ അരുണ ഷാൻബാഗ് എന്ന് പറഞ്ഞ ഒരു നേഴ്സ് ഉണ്ടായിരുന്നില്ലേ ബോംബെയിലെ ഒരു ഹോസ്പിറ്റലിൽ, അവിടെയുള്ള ഒരു നേഴ്സായിരുന്നു. അവൾക്ക് 22 വയസ്സായിരുന്നു, അരുണ ഷാൻബാഗ്. അപ്പോൾ അവളെ അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെ അവിടുത്തെ ഒരു തൂപ്പുകാരൻ പിന്നെ ആക്രമിച്ചിട്ട് ബലം പ്രയോഗിച്ച് ആക്രമിച്ച് എന്നിട്ട് അവളെ പീഡിപ്പിച്ച് ആക്രമണത്തിനിടയിൽ അവളെ പരിക്ക് പറ്റി അവൾ ബോധമില്ലാതെയായി. പിന്നീട് അവൾക്ക് ഒരിക്കലും ബോധം വന്നിട്ടില്ല. അവൾ അതേ ഹോസ്പിറ്റലിൽ 40 വർഷമാണ് ജീവിച്ചത്. ആ 22 വയസ്സുള്ള നേഴ്സിൻ്റെ പടം അന്ന് പത്രത്തിലൊക്കെ വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് 40 വർഷം ബോധമില്ലാതെ കിടക്കുന്ന ആ പെൺകുട്ടി 62 വയസ്സായി കേട്ടോ. അവിടെ കൈയെല്ലാം ഇങ്ങനെ വളഞ്ഞില്ല, മുഖമെല്ലാം ഇങ്ങനെ ശുഷ്കിച്ച് തലമുടിയെല്ലാം പിന്നെ വെട്ടിയിട്ട് കൈയെല്ലാം ഇങ്ങനെ ആയിട്ട് അയ്യോ നമുക്ക് കണ്ടു സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ആ പെൺകുട്ടിയെ നല്ലൊരു 22 വയസ്സുള്ള ആ പെൺകുട്ടി അവൾ ജീവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, എന്തിനാണ് 40 വർഷം ഇങ്ങനെ കിടത്തിയത്? അതിലും നല്ലതല്ലേ കൊന്നുകളയുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ദയാവധം എന്ന ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതും ഈ നോവൽ എഴുതുന്നതും. ദയാവധം പിന്നെ മറ്റ് പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പിന്നെ നിയമപരമായിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ നിയമം വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ നോവൽ എഴുതിയപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇവിടെ ദയാവധം പിന്നെ നിയമപരമായിട്ട് സാധ്യമല്ല, അപ്പം നിങ്ങളെങ്ങനെയാണ്? ഇതിൽ ദയാവധമാണുള്ള വിഷയം. ഞാൻ പറഞ്ഞു പിന്നെ അത് നിങ്ങളുടെ നിയമം, നിങ്ങളുടെ ഭരണഘടന അതൊന്നും എഴുത്തുകാരനെ ബാധിക്കില്ല. എഴുത്തുകാരൻ്റെ സ്വന്തം ഭരണഘടനയും നിയമാവലിയും ഉണ്ട്. എഴുത്തുകാരൻ സ്വന്തമായിട്ടൊരു നിയമാവലി ഉണ്ടാക്കുകയാണ്, അത് നിങ്ങളുടേത് വേറെയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആളുകളെ നിശബ്ദരാക്കിയത്. മുന്തേട്ടൻ്റെ കഥകളെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഇനി സമയം കുറേയായി നമ്മളുടെ ശ്രോതാക്കൾക്ക് കാണികൾക്ക് ചോദിക്കാനുണ്ടായിരിക്കും, വായനക്കാർക്ക് ചോദിക്കാനുണ്ടാവും. അവരോട് ചോദിക്കാമോ? സാർ നേരത്തെ പറഞ്ഞു സങ്കീർണമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും സാഹിത്യത്തിൽ ഇത്രമാത്രം എഴുത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് കോമ്പിനേഷനായിട്ട് പോകുന്നത്? മനസ്സിന് വിഷമമുണ്ടാകുമ്പോൾ എഴുതാൻ പറ്റുമോ? അല്ല, എഴുത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നേ അറിയുള്ളൂ, സന്തോഷമുള്ളപ്പോൾ എനിക്ക് എഴുതാൻ പറ്റില്ല, അതെനിക്കറിയാം കേട്ടോ. സന്തോഷിക്കുമ്പം ഞാൻ ഒരിക്കലും എഴുതില്ല. ഏറ്റവും അധികം അസ്വസ്ഥത അനുഭവിക്കുമ്പോഴാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇപ്പോഴും എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് സന്തോഷത്തെ പേടിയാണ് കേട്ടോ. സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വരിയുമില്ല, ഞാൻ സാഹിത്യകാരൻ മരിച്ചു പോകും കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അസ്വസ്ഥരാകുമ്പോഴാണ് നമ്മൾ എഴുതുന്നത്. എൻ്റെ ഒരു വിശ്വാസമാണത്. ഇപ്പം എനിക്കറിയില്ല, വളരെ സന്തോഷത്തോടെ. ഇപ്പം ഞാൻ അറിഞ്ഞിട്ടുള്ള ഏറ്റവും അടുത്ത എഴുത്തുകാരൻ ഡൽഹിയിൽ ഒ വി വിജയനായിരുന്നു. ഒ വി വിജയൻ വളരെയധികം അസ്വസ്ഥനായിട്ടൊരു മനുഷ്യനായിരുന്നു. ചിരിച്ച് കാണുന്ന തന്നെ അപൂർവമാണ്, എല്ലാറ്റിനെയും പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൽ ഖസാക്ക് പോലുള്ളൊരു രചന ഉണ്ടാകുന്നത്. പിന്നെ മിക്കവാറും എല്ലാ എഴുത്തുകാരും നമ്മൾ വിദേശത്ത് പോയാൽ ഡോസ്റ്റോവെസ്കി ഇവരെല്ലാം തന്നെ ഉണ്ടല്ലോ പിന്നെ സ്വയം പീഡിപ്പിക്കുന്ന ആളുകളെ. ഒന്നുകിൽ അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പീഡനങ്ങൾ, അതില്ലെങ്കിൽ സ്വയം പീഡിപ്പിക്കുക. അങ്ങനെ അതാണ് എഴുത്തുകാരൻ്റെ നിയോഗം എന്ന് പറയുന്നത്. സന്തോഷവാനായിട്ടുള്ളൊരു എഴുത്തുകാരൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സന്തോഷവാനായ ഒരു എഴുത്തുകാരൻ. അങ്ങ് കുറേ വർഷമായിട്ട് മയ്യഴിപ്പുഴയുടെ തീരത്താണല്ലോ താമസം. ഇപ്പോൾ അങ്ങ് മാറി താമസിച്ചല്ലോ. അപ്പം ചോയ് എന്ന കഥാപാത്രം ഫ്രാൻസിലേക്ക് പോയ പോലെ അങ്ങ് ഈ നദികളും പുഴകളൊന്നും കാണാത്ത ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചിട്ട് എഴുത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ ഒരു പുതിയ കാവ്യ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭത്തിന് തുടക്കമാണോ എന്നൊരു ചോദ്യം. ഇല്ല, ഞാൻ ഇവിടെ പോകാനാണ്. ഞാൻ മയ്യഴിയിൽ നിന്ന് എവിടെയും പോയില്ല. അതാണ് എൻ്റെ നാട്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ എംബസിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് കുറേ ജോലി ചെയ്ത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ സർവീസായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് പൗരത്വം സ്വീകരിക്കാം. ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ച് ഫ്രാൻസിൽ പോയിട്ട് ജീവിക്കാം. പക്ഷെ അതിനൊന്നും പിന്നെ ഞാൻ തയ്യാറായിട്ടില്ല അതൊന്നും. പക്ഷെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, മായിക്കാരൻ തന്നെ. അയാൾ വളരെ ചെറിയൊരു ജോലി ചെയ്യുന്ന ആളായിരുന്നു. അയാൾ സൈക്കിളിലൊക്കെയായിരുന്നു പോയിരുന്നത്. അയാൾ
ഫ്രഞ്ച് പൗരത്വം എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ അയാളെ കാണുന്നത് വലിയ ഫ്രഞ്ച് കാറൊക്കെ ഓടിച്ച് പോകുന്നതാണ് കേട്ടോ. പിന്നെ സ്റ്റേറ്റ് എക്സ്പ്രസ് സിഗരറ്റ് വലിക്കുന്നു. അയാൾ ജീവിതമാകെ മാറി. കാരണം ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫ്രഞ്ചുകാരനായി. അപ്പോൾ അവർക്ക് ഫ്രാൻസിൽ കിട്ടുന്ന സാലറിയൊക്കെയാണ് കിട്ടുക കേട്ടോ. അങ്ങനെയുള്ള ആളുകളുണ്ട് അവിടെ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ആകാമായിരുന്നു. എന്നിട്ട് ഫ്രാൻസിൽ പോയി ജീവിക്കാൻ. അവിടെ ഒരു പുഴയുണ്ട്, മനോഹരമായിട്ടൊരു പുഴയുണ്ട് അവിടെ. പക്ഷേ എനിക്ക് എവിടെയും പോകാൻ കഴിയില്ല. പിന്നെ ഡൽഹിയിൽ ജീവിക്കുന്ന കാലത്തിന് എത്രയും വേഗം ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് വരണമെന്നുള്ളതായിരുന്നു എൻ്റെ മോഹം. മൂന്നാട്ടിൻ്റെ ഒട്ടുമിക്ക നോവലുകളും വായിച്ചിട്ടുണ്ട്. മയ്യഴിപ്പുഴ മുതൽ നിങ്ങൾ വരെ. എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളിൻ്റെ ആ ഒരു ശൈലി, ആ ഒരു പുതിയ ഒരു ശൈലിയാണ് മൂന്നാട്ടിനെ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ സംബോധന ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയൊരു നോവൽ, ദയാവധം പ്രമേയമായ നോവൽ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കില്ല. പക്ഷേ മൂന്നാട്ടൻ നോവലുള്ളൊരു പ്രത്യേകത, ഞാൻ പണ്ട് സീത വായിച്ചപ്പോൾ എനിക്കിപ്പോൾ ആ റാക്കിൻ്റെ മണം ഇപ്പോൾ തോന്നുന്നുണ്ട്. ആ സീത പിന്നെ ഇഷ്ടപ്പെട്ട ആ റാക്കിൻ്റെ മണം, ആ സീതയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പം റാക്കിൻ്റെ മണം നമുക്ക് തോന്നും. പിന്നെ ശ്രീമതി ഷീല ടോമിയ, മുമ്പേ നിങ്ങൾ രണ്ടുപേരും തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അന്ന് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ വിഷയം വല്ലിയായിരുന്നു. വല്ലി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ വയനാട് സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന വല്ലിയാണ്. അതുപോലെ പലസ്തീൻ പ്രശ്നം നടക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ഞാൻ ഈ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലാണ്. ആ ഒരു നോവൽ ഒരു വല്ലാത്തൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നൊരു നോവലാണ്. കാരണം ഒരു എന്തോ മുൻകൂട്ടി കണ്ട് എഴുതിയതുപോലെയുള്ളൊരു നോവലാണ്. ഇത് രണ്ട് നോവലുകളാണ് ഇത് രണ്ടും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വല്ലിയിലും ഒരു മൂന്നെങ്കിലും തലമുറ ഉപയോഗിച്ചിട്ട് ഉള്ള പ്രമേയമാണ് ശ്രീമതി ഷീല ടോമി ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ വയനാട് സംഭവം വന്നതോടുകൂടി അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, അത്രമാത്രം അത് ഒരു ഇഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് നോവലുകളാണ് ശ്രീമതി ഷീല ടോമി എഴുതിയിട്ടുള്ളത്. ഞാൻ ഇത്രേ പറയാനുള്ളൂ. അത് സന്തോഷമാണ്. അങ്ങനെ എൻ്റെ നോവൽ വായിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പം അത് ഈ വയനാടിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പം കുറേ പേര് ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അതിലെ ഒരു വിവരണം, ഒരു പാരഗ്രാഫ് അതേപടി എടുത്തിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ച അതേ സംഗതികൾ അന്ന് കൊടുങ്കാട്ടിൽ 2 ഇടങ്ങളിൽ ഉരുളുപൊട്ടി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇതിൽ അപ്പടി അതേപടി വരുന്നത്. അത് പ്രവചനം അല്ല, അത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പം പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പരിസ്ഥിതി തീവ്രവാദിയാകും, അല്ലെങ്കിൽ കാട് നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ ഉരുളുപൊട്ടിയത്, പിന്നെ എന്തിന് കാട് നശിച്ചിട്ടല്ല എന്ന് പറയും. പക്ഷെ അതിൻ്റെ ബാക്കി ഈ എന്താ പറയുക, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആക്കം കൂട്ടിയത് അല്ലെങ്കിൽ ഇത്രമാത്രം വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് പ്രകൃതിയോട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന, അതായത് ബ്രിട്ടീഷുകാർ തോട്ടം പിടിപ്പിക്കാൻ കയറിയ കാലം മുതൽ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരുന്ന ഒരു എന്താ പറയുക, ആർത്തി പൂണ്ട മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്ന ആ ആക്രമണം തന്നെയാണ് എന്ന് ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് ആരും വരുന്നില്ല എന്നുള്ളതാണ്. ഇനിയും വന്നിട്ടില്ല. ഗാഡ്ഗിലിനെ ചീത്ത പറയാൻ മാത്രമാണ് ഇപ്പോഴും ആളുകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഗാഡ്ഗിൽ റിപ്പോർട്ട്. അപ്പോൾ അന്ന് എന്താ പറയുക, വയനാടിൻ്റെ ആ നല്ല കാറ്റും അല്ലെങ്കിൽ മഞ്ഞും ഒക്കെയുള്ള കാലത്തിൽ ജനിച്ച ഒരാൾക്ക് ഇന്നത്തെ വയനാട് കാണുമ്പം ഉണ്ടായിപ്പോയ, അല്ലെങ്കിൽ നേരത്തെ മൂന്തേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വ്യഥകളിൽ നിന്നാണ് ആ വല്ലി എന്ന് പറഞ്ഞ നോവൽ പിറന്നത്. പിന്നെ പലസ്തീൻ്റെ ഇത്രയും ഈ യുദ്ധം വരുമെന്നൊന്നും അന്ന് 2021 നോവൽ എഴുതിയത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഒക്ടോബർ 7 സംഭവിക്കുമോ എന്നൊന്നും അറിഞ്ഞുകൊണ്ട് എഴുതിയതല്ല, എന്തോ അങ്ങനെ വന്നു. പക്ഷേ ആ പലസ്തീൻ ഒരു നൂറ്റാണ്ടായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതപ്പം നേരത്തെ മുന്നേറ്റം പറഞ്ഞു, അവിടെ ആ മിഡിൽ ഈസ്റ്റിൽ താമസിച്ചുകൊണ്ട് ഇങ്ങനെ അറബ് ജനങ്ങളുടെ ഒപ്പം ജോലി ചെയ്തുകൊണ്ട് ഈ പലസ്തീൻകാരികളായ പല കൊളീഗ്സും ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ അനുഭവങ്ങളൊക്കെ നേരിട്ട് കേട്ടതിൻ്റെ പേരിലാണ് അത്രയും തീക്ഷ്ണമായിട്ട് അത് എഴുതാൻ കഴിഞ്ഞത്. താങ്ക് യു. പറയാനുള്ളത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളെപ്പറ്റി തന്നെയാണ്. പലതും ചോദിക്കാനുണ്ട്, പക്ഷേ 1-2 കാര്യങ്ങൾ മാത്രം ചോദിക്കാം.
ഈ ദാസൻ എന്ന കഥാപാത്രത്തെ പറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിപ്ലവകാരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും വളരെ സ്വന്തം കാര്യം നോക്കി നടക്കുകയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല രീതിയിലുള്ള ഇതും നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഗുരുവിനെ പോലെ കരുതുന്ന ഒരാൾ മകളുമായിട്ടാണ് ഒരു ബന്ധമുണ്ടായതും അത് ഇറങ്ങി വരുന്ന സമയത്ത് അയാൾക്ക് ക്ഷോഭമുണ്ടായി. അപ്പോൾ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു മറുപടി ആയിട്ടാണ് തോന്നുന്നത്. പറയാനുള്ളത് ആ കാലഘട്ടം, അതായത് പുരോഗമന കാലഘട്ടത്തിലൊക്കെയാണല്ലോ അതിൽ വരുന്നത്. വിപ്ലവം, അങ്ങനെ ദൈവത്തെ നിഷേധിക്കുക എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിന് തെയ്യം, ഞാൻ 30 വർഷം മുമ്പ് വായിച്ചതാണ്, എനിക്ക് കൃത്യമായ ഓർമ്മകളില്ല. അതിന് തെയ്യം കെട്ടുന്ന ഒരു കഥാപാത്രം ഇങ്ങനെ തെയ്യത്തിൻ്റെ മുന്നോടിയായിട്ട് പാലിക്കേണ്ട ചടങ്ങുകളൊന്നും പാലിക്കാതെ തെറ്റായ രീതിയിലൊക്കെ പോയിട്ട്, പക്ഷെ തെയ്യം കെട്ടുന്നുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, അയാൾ വീണ് മരിക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവമുണ്ട് ഇല്ല എന്നാണോ? വിപ്ലവകാരികളുടെ നേരെ തിരിച്ചാണോ എന്നൊക്കെ ഒരു സംശയം. ഇത്രേ ഉള്ളൂ. അല്ല, അദ്ദേഹം ഇപ്പം ഞാൻ എഴുത്തുകാരനെന്ന നിലയിൽ ഞാനതിന് ഒരു ഭാഗം പക്ഷം പിടിക്കുന്നില്ല. പക്ഷെ വായനക്കാർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഇപ്പം ആ ഒരു മാഹിയിൽ ഈ നമ്മൾ പറയുന്ന കുറേ ഐതിഹ്യങ്ങളും മിത്തുകളും ഇതൊക്കെ ഉണ്ട്, കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവിടെ കുറേ ഈ പുരോഗമന പ്രസ്ഥാനം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിസം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നുകൊണ്ട് ആളുകൾ ഈ അന്ധവിശ്വാസങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കാനും യുക്തിയുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണാനും കഴിയുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായി. അത് കൂടുതലും പിന്നെ അവിടെ നമ്മളുടെ ഇടതുപക്ഷക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് കലയിക്കുക, യുക്തിയുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഈ തെയ്യം കിട്ടുന്ന ഉത്തമൻ. കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അയാൾ തെയ്യം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾ വേറെ വീട്ടിൽ വരുമാനമില്ല, ദാരിദ്ര്യമുള്ള വീടാണ്. ഇപ്പം അയാൾ അച്ഛൻ മരിച്ചപ്പോൾ മകന് തെയ്യം കെട്ടേണ്ടി വന്നു ജീവിക്കാൻ വേണ്ടി. അങ്ങനെയാണ് അയാൾ തെയ്യം കെട്ടുന്നത്. അപ്പം അത് തെയ്യം കെട്ടി അവസാനം ഇയാൾ കഴുത്തൊടിഞ്ഞ് വീണ് മരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ തെയ്യം കെട്ടിയത് കൊണ്ടാണ് അയാൾ കഴുത്തൊടിഞ്ഞ് വീണ് മരിച്ചത്. അതിന് മറുപടി മറ്റൊരാൾ പറയുന്നുണ്ട്. അതിലുള്ള കുഞ്ഞനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളും കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അയാൾ പറയുന്നത് അത് ദൈവം ഇയാളുടെ കഴുത്തൊടിച്ചതല്ല, ഇയാൾക്ക് ഈ തെയ്യം കെട്ടി പരിചയമില്ല, ആദ്യമായിട്ട് കെട്ടുകയാണ്. ആദ്യമായിട്ട് തെയ്യം കെട്ടി ഇയാൾ കുറേ കസർത്തുകൾ കാണിക്കാൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ ഫലമായിട്ടാണ് കഴുത്തൊടിഞ്ഞ് വീണത്, അല്ലാതെ ദൈവത്തിൻ്റെ ശാപമല്ല എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ കാണാം. അത് വായനക്കാർക്ക് വിട്ടുകൊടുക്കണം, വായനക്കാർ തീരുമാനിക്കട്ടെ. സംവാദത്തിൽ പങ്കെടുത്ത വായനക്കാർക്ക് നന്ദി. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി മലയാള മനോരമ നല്ല പാഠം സംഘടിപ്പിച്ച വായനാ കൂട്ടു മത്സരത്തിൽ ജില്ലാതലത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനമാണ് ഇനി നടക്കുന്നത്. മനോരമ പത്രത്തിൽ വായിച്ച വാർത്തകളിൽ മനസ്സിനെ സ്പർശിച്ച ഒരു വാർത്തയെക്കുറിച്ച് കുറിപ്പെഴുതാനായിരുന്നു മത്സരം. ഏറ്റവും മികച്ചതായി ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 5 കുറിപ്പുകൾക്കാണ് സമ്മാനം. 1ാം സ്ഥാനം നേടിയത് പി അമിഷ, 9ാം ക്ലാസ് KPC HSS പട്ടാനൂർ. അമിഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം അനന്യ എസ് പിള്ള, 4ാം സ്ഥാനം N അനുഷ് മോഹനൻ, 6ാം ക്ലാസ് ഏരിയം വിദ്യാമിത്രം UP സ്കൂൾ, 5ാം സ്ഥാനം PK മുഹമ്മദ് റാദിൻ, 9ാം ക്ലാസ് താജുലുലും HSS വളപട്ടണം.